ദീപ് ആലപ്പുഴയിൽ നിന്നും വളരെ അതീവ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കത്രിക മറന്നു വെച്ചിരിക്കുകയാണ്. 5 വർഷം മുമ്പ് നടന്ന ശസ്ത്രക്രിയയാണ്. വയറ്റിൽ കത്രികയുമായി വീട്ടമ്മ കഴിഞ്ഞത് 5 വർഷമാണ്. ഹർഷീനയുടെ അതേ അനുഭവം തന്നെ കോഴിക്കോട്ടെ ഉഷയ്ക്കുമുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് രണ്ട് കഴിഞ്ഞതിനകത്ത് ഒറ്റപ്പെട്ട സംഭവം എന്ന പ്രതികരണം വന്നോ എന്നാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ രണ്ടാമത് വരാൻ സാധ്യതയുള്ള പ്രതികരണം ഇത് സർക്കാരിന്റെ കരുതലാണ് എന്നുള്ളതാണ്. ഈ രണ്ട് പ്രതികരണങ്ങളാണ് ഇപ്പം കേരളം എന്തായാലും ഉറ്റുനോക്കുന്നത്. കാരണം ആ വീട്ടമ്മയ്ക്ക് ഒരു കത്രിക കൂടി സൗജന്യമായി കൊടുക്കുന്ന കരുതലാണ് പിണറായി വിജയന്റേതെന്ന് വേണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ന്യായീകരിച്ചു കളയും. ഇത് എത്രാമത്തെ സംഭവമാണിത് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്തെ പറ്റി കേൾക്കുന്നത്? ആരോഗ്യമന്ത്രിക്ക് ഇതേപറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ആരോഗ്യമന്ത്രി ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ടതാണ്, നിങ്ങൾ ഇതിനെ പർവ്വതീകരിക്കരുത്, ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമമാണ്, കേരളത്തെ ഇകഴ്ത്താൻ ശ്രമമാണ്, എന്തൊക്കെ ഡയലോഗുകളാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാതൃകാപരമായി ആർക്കെങ്കിലും ശിക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെയല്ലേ നെടുമങ്ങാട് ഒരു ആദിവാസി കുഞ്ഞ് മരിച്ചുപോയത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മനുഷ്യൻ അയാളുടെ ജീവന് വേണ്ടി യാചിച്ച സംഭവം നടന്നിട്ട് എത്ര കാലമായി? 6 മാസമല്ലേ ആയിട്ടുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ചത് എത്ര കാലമായി? അപ്പോ ഇത് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗം എന്നുള്ളത് അതിന്റെ എക്കാലത്തെയും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കെടുകാര്യസ്ഥത മാത്രം കൈമുതലായിട്ടുള്ളൊരു മന്ത്രിയാണ് ഇന്ന് ആരോഗ്യ മേഖലയെ പ്രവർത്തിക്കുന്നത്. കാരണം അവർക്ക് ഈ സർക്കാരിന്റെ ചില PR വർക്കുകൾ പ്രകാരമുള്ള ചില പ്രചരണ പരിപാടികളല്ലാതെ കാതലായ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എപ്പോഴും പറയുമ്പോൾ 1-ാം നമ്പർ ആണെന്നും മാതൃകയാണെന്നും കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയെ കവച്ചു വെക്കും എന്ന തരത്തിലുള്ള വലിയ വായിലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ? എന്താണ് പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയെ കവച്ചു വെക്കുന്ന വികസനമാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തുള്ളത്. കേരളത്തിന്റെ ആശുപത്രികളിൽ വന്ന് മരിക്കാൻ തോന്നുന്നു എന്ന് വിദേശി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇത് വളരെ കേരളത്തിന്റെ ആരോഗ്യ രംഗം എന്നുള്ളത് പൊള്ളയായ ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ സർവകാല തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പിണറായി വിജയൻ സർക്കാരിനുള്ളതാണ്. കാരണം അവർക്ക് ഭരണമല്ല മുഖ്യം. അവർക്ക് അറിയാം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ഇതിനെ പറഞ്ഞ് ന്യായീകരിച്ച് തള്ളുക എന്ന് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഇതൊക്കെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഇരകൾ കേരളത്തിലെ സാധാരണ മനുഷ്യരായി പോകുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ കാരണം. കാരണം CPIM-ന്റെ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ളവർ വിദേശത്ത് പോയാണ് ചികിത്സ തേടുന്നത്. നമ്മെ പോലെയുള്ളവർക്ക് വിദേശത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത് അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും ഒരു 10-60 ദിവസത്തിനുള്ളിൽ ഈ ഒരു കെടുതി ഒഴിഞ്ഞു പോകുമല്ലോ എന്ന ആശ്വാസമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാചസ്പതി ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. കേരളത്തിന്റെ ആരോഗ്യ മേഖല പൊളിഞ്ഞു വീണിരിക്കുകയാണ് എന്നാണ് സന്ദീപ് വാചസ്പതി ഈ വാർത്തയോട് ഉള്ള പ്രതികരണമായി ചൂണ്ടിക്കാട്ടിയത്.